ശബരിമലയിലെ സ്വർണ്ണപ്പാളി കണ്ടെത്തിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ വീട്ടിലൊരു പൂജ നടന്നു 2 വർഷം മുൻപ്. അത് നടത്തിയത് മറ്റാരുമല്ല, ശബരിമല തന്ത്രിയാണ്. ഇതിൽ ദുരൂഹതയില്ലേ? ദുരൂഹത ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 2023 ആണ് ഈ പൂജ നടത്തിയത്. 2023 ഈ സ്വർണ്ണപ്പാളിയൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ശബരിമല തന്ത്രിക്കും മേൽശാന്തിമാർക്കൊക്കെ ധാരാളം പൂജകൾ കിട്ടാനുണ്ട്. സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പല സ്ഥലത്തേക്കും പൂജയ്ക്ക് വിളിക്കും. സത്യസന്ധമായി പോകുന്ന ആൾക്കാരുണ്ടാകാം, പണം കൊതിച്ച് പോകുന്ന ആൾക്കാരുണ്ടാകാം, വിദേശത്ത് പോയിട്ട് പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒന്ന് പിടിക്കപ്പെടുന്ന സമയത്താണല്ലോ എന്താണ് സത്യം എന്താണ് അസത്യം എന്നുള്ളത്. ഏതായാലും പണമാണ് സത്യം എന്നുള്ളത് മനസ്സിലായി. കാരണം പണത്തിനോടുള്ള അത്യാഗ്രഹമാണ് ഇതിൻ്റെ മുഴുവൻ കാരണം. ഈ മോഷണത്തിൻ്റെ കാര്യവും പണത്തിനോടുള്ള അത്യാഗ്രഹ കാര്യമാണ്. സ്വർണ്ണപ്പാളി പൊളിക്കുന്നതിൻ്റെ കാരണവും പണത്തിനോടുള്ള അത്യാഗ്രഹമാണ്. പണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. ശബരിമലയിലെ തന്ത്രി മോഹനരു, മഹേശ്വരൻ്റെ മകനാണല്ലോ മോഹനരു. അദ്ദേഹം ഇതിന് മുമ്പ് ഏതൊരു പ്രശ്നത്തിൽപ്പെട്ടിട്ടുണ്ടല്ലോ. സത്യമോ അസത്യമോ ആട്ടെ, ശ്രദ്ധിക്കണ്ടേ? ഇനി നിരപരാധിയാണെങ്കിൽ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ശ്രദ്ധിക്കാത്തതല്ല കാരണം, പറ്റിപ്പോയതല്ല കാരണം എന്നതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. തുടർച്ചയായി സംഭവിക്കുന്നതിലാണ് കാര്യം. അതാ പറഞ്ഞത്, തുടർച്ചയായിട്ട് സംഭവിക്കുന്നതിൻ്റെ ഭാഗമാണ്. അപ്പം ഹിന്ദു വിശ്വാസത്തോടു കൂടി എടുക്കുന്ന ആളുകൾ, ഹിന്ദു സമൂഹം, വിശ്വാസികൾ, വിശ്വസിച്ച് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, ഇതിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, അതെ, ഈ സ്വർണ്ണപ്പാളി ആ ഒരു ജ്വല്ലറിയിൽ നിന്നാണല്ലോ കണ്ടെത്തിയത് സ്വർണം. ഇപ്പോൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തതായി അവർ അവകാശപ്പെടുന്നത്. ആ ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങിലും പൂജ ചെയ്തത് ആരാണ്? ഈ തന്ത്രിയാണ്. അതെ, കാരണം ഈ സ്വർണം, അയ്യപ്പന്റെ സ്വർണം വിൽക്കാൻ വെച്ചിരിക്കുന്ന ആ ജ്വല്ലറിയുടെ ഉദ്ഘാടനം പൂജ ചെയ്ത് ഉദ്ഘാടനം ചെയ്യാൻ പോയതാ. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി പോയിട്ടുണ്ട് ഇവിടുന്ന് കേട്ടോ. ആ സമയം പോയിട്ടുണ്ട്. ശരിക്കും അവർ പറയുന്നതനുസരിച്ച്, ഇന്നത്തെ അന്വേഷണം ഉദ്യോഗസ്ഥന്മാർ പറയുന്നതനുസരിച്ചാണെങ്കിലും ഈ സ്വർണ്ണപ്പാളി ആ സമയത്ത് നമ്മൾ ഈ പോയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ആ സ്വർണ്ണപ്പാളി പോയി എന്ന് പറഞ്ഞ സമയത്ത് അയ്യപ്പൻ്റെ എന്താ പറയുക, ശാപം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവിടെ പോയിട്ട് പൂജ നടത്തിയത്. ചിലപ്പം വിളിച്ചു ചൊല്ലി പൂജയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെ പോയിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അങ്ങനെ ചിന്തിച്ച തെറ്റൊന്നും ഉണ്ടാവില്ലല്ലോ. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. ആ പൂജ അയാളെ വിളിച്ചിട്ട് പോയി എന്നാണല്ലോ അദ്ദേഹം അവകാശപ്പെടുന്നത്. ഏതായാലും ഗോവർദ്ധൻ ഉണ്ട്. ഗോവർദ്ധൻ്റെ വീട്ടിലാണ് പൂജ നടക്കുന്നത്. പിന്നീട് അയാൾ ജ്വല്ലറിയിലും പൂജയ്ക്ക് പോയിട്ടുണ്ട്. പൂജയ്ക്ക് പോയ ആൾ വിളക്ക് കത്തിച്ചും തോന്നുന്നു എന്ന ഓർമ്മക്കുറവ് 2 വർഷം മുമ്പ് നടന്നുള്ള ഒരു സംഗതിക്ക് 1 വർഷം മുമ്പ് എങ്ങനെ ഇത്ര വലിയൊരു ഓർമ്മക്കുറവ്? ധാരാളം മന്ത്രങ്ങൾ ഉരുവിടുന്നയാൾ, ധാരാളം പൂജകൾ നടത്തുന്നയാൾ, എവിടെ നിന്നാണ് ഈ ഓർമ്മക്കുറവ് എന്നൊരു? പ്രത്യേകിച്ച് യുവാവാണ്, വാർദ്ധക്യം പിടിപെട്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഈ പറച്ചിൽ മുഴുവൻ എന്തോ മറച്ചു വെക്കാനുള്ളതായിരിക്കണമല്ലോ. 2 ദിവസം താമസിച്ചിട്ടുണ്ട് അവിടെ. ഇനി എവിടെ താമസിച്ചു എന്നുള്ളതാണ് പുറത്തു വരേണ്ടത്. 2 ദിവസം താമസിച്ചു, എവിടെ താമസിച്ചു എന്നുള്ളത് കൂടി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇത്തരം ആൾക്കാർ സങ്കല്പം പ്രതിഷ്ഠ നടത്തുന്ന ആളെ തന്ത്രി, ആ തന്ത്രി അച്ഛനായിട്ടാണല്ലോ സങ്കല്പം. അപ്പം പ്രഹ്ലാദന്മാർ രൂപം മാറി കൊണ്ട് ഇത്തരം ഹിരണ്യ കശ്യപന്മാർ ഉണ്ടാകുന്ന സമയത്ത് നരസിംഹാവതാരം, അയ്യപ്പൻ വീണ്ടും നരസിംഹാവതാരം പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ നരസിംഹാവതാരം ആയിരിക്കണമല്ലോ ചിലപ്പം ഈ ഇത്തരം അച്ഛന്മാരെ നശിപ്പിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ആ അവതാരത്തിനുണ്ടാകണം. അയ്യപ്പൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തിക്കൊണ്ട്
നരസിംഹാവതാരം യഥാർത്ഥത്തിൽ നിഗ്രഹിക്കാൻ കഴിവുള്ള ആള് അതിപ്പം പല രൂപത്തിലായിരിക്കും. നമുക്കതുകൊണ്ട് ആശ്വസിക്കാം. ഇത്തരം ഈ അന്വേഷണം ഓരോ ദിവസവും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ശബരിമലയിൽ നടന്ന ഈ തട്ടിപ്പ് എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ്. എല്ലാവരും അറിഞ്ഞുകൊണ്ടായിരിക്കും. അറിഞ്ഞില്ലെന്ന് ഇപ്പോൾ നടിക്കുകയാണ് പലരും. അറിഞ്ഞില്ലെന്ന് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ കോക്കസാണ് ഈ കള്ളന്മാരുടെ. ഒരു പക്ഷേ ഏറ്റവും മൂത്തയാൾ അറിഞ്ഞിടാവില്ല, കുറച്ച് പഴക്കം ചെന്ന ആള്, ബാക്കി എല്ലാവർക്കും അതിൽ പങ്കുണ്ടാവും. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതെ, ഉണ്ടായിരുന്ന ആൾക്കാർ അറിയാതിരിക്കുമോ? എന്തുകൊണ്ട് തന്ത്രി അറിഞ്ഞില്ല എന്ന് ഇത്രയും ദിവസം പറയും? എന്തുകൊണ്ട് അറിഞ്ഞില്ല? അദ്ദേഹത്തെ അല്ലേ ഇത് കാണേണ്ട ആള് ഈ പാളി പോയിട്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കുക? അതുകൊണ്ട് തന്നെയാണ് ഈ പോയതും ചിലപ്പം ദൈവാധീനം കൊണ്ട് ചിലപ്പോൾ അയാൾ അറിയല്ല, ഇതിലറിയാതെയാണ് പോയതെന്ന് ഇരിക്കാം. മറ്റത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ സങ്കല്പിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ഇദ്ദേഹം പോയി അവിടെ പൂജ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടാണ് പൂജയ്ക്കും പോയത്. അല്ലാതെ അവിടെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, 2.5 വർഷമാണ് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ആരോടാ പറയുന്നത്? ആരുടെ മുമ്പിലാണ് പറയുന്നത്? ആരുടെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നത്? അപ്പം അതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹത്തെ, വിശ്വാസികളെ, അയ്യപ്പ വിശ്വാസികളെ വഞ്ചിച്ച ഇത്തരം ആൾക്കാർ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഹിന്ദു ആചാര്യന്മാർ ഒരുമിച്ചിരുന്ന് ചിന്തിക്കണം. എല്ലാം പറയുമ്പോൾ പറയാറുണ്ടല്ലോ, തന്ത്രിയാണ് അവസാനത്തെ വാക്കിന്, കൊള്ളൂല എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. പുതിയ ഒരു ആവിഷ്കാരം ഉണ്ടായിരിക്കണം ഹിന്ദു സമൂഹത്തിൽ. ഒരു പരിവർത്തനം ആവശ്യമാണ് ഹിന്ദു സമൂഹത്തിൽ. ഇത്തരം ആൾക്കാരെ മാറ്റാനുള്ള അവകാശം സന്യാസി ശ്രേഷ്ഠന്മാരെ ആയിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. അതിനുള്ള അധികാരം അവർക്ക് കൊടുക്കണം. അല്ലാതെ പറഞ്ഞു വരുന്ന തന്ത്രിയെ തന്നെ മാറ്റണം എന്നാ ഞാൻ പറയുന്നത്. ഇത്തരം തന്ത്രിമാരെ തന്നെ മാറ്റണം. പിന്നെ ഇത് മാറ്റാൻ പ്രയാസമല്ല. കാര്യം എന്താ പറഞ്ഞാൽ ഇതിൻ്റെ മൂത്ത ആൾക്കാർ വേറെ ഉണ്ട്. ഇവർക്ക് ഓരോ വർഷം മാറി മാറിയിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പം ഈ മാറി കൊടുക്കുക എന്നുള്ളതൊക്കെ എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ കേട്ടോ. എനിക്കറിയില്ല, അതിനെക്കുറിച്ചിട്ട് അറിയാത്ത കാര്യം ഞാൻ പറയരുത്. പക്ഷേ ഏതായാലും ഇത്തരം ദ്രോഹികൾ എന്ന് പറയപ്പെടുന്ന ആൾക്കാരെ, യഥാർത്ഥ തന്ത്രിയെ ആരാണെന്ന് വെച്ചാൽ ആ തന്ത്രിയെ ഏൽപ്പിക്കേണ്ടതാണ്. ഇപ്പം എനിക്ക് കുറേ തന്ത്രിമാരെ അറിയാം. ദേവസ്വം ബോർഡ് ജോലിയുള്ള ആൾക്കാരും തന്ത്രിമാരാണ്. എന്താണ് ഈ തന്ത്രി? എങ്ങനെയായിരിക്കണം യഥാർത്ഥത്തിലുള്ള തന്ത്രി? അതിനെക്കുറിച്ച് എന്തെങ്കിലും മാർഗനിർദ്ദേശമുണ്ടോ? മാർഗനിർദ്ദേശം ഉണ്ടെങ്കിൽ ആചാര്യന്മാർ പറയട്ടെ. ആ രീതി അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഇതൊക്കെ എൻ്റെ ഇപ്പോൾ കുതന്ത്രങ്ങൾ പഠിച്ചാൽ തന്ത്രിയാകും. അതെ, ഇപ്പം തന്ത്രവിദ്യാലയം പോലുള്ള ഉന്നത സ്ഥാപനങ്ങളുണ്ട്. 7 വർഷമൊക്കെ പഠിച്ചിട്ടാണ് അവിടുന്ന് വരുന്നത്. തന്ത്രത്തിൻ്റെ എല്ലാ ഇത് പാരമ്പര്യം അനുസരിച്ച് വരുന്നവർ അമ്മ പ്രസവിച്ചു എന്നല്ലാതെ എന്തെങ്കിലും പഠിച്ചവരാണോ? അതുകൊണ്ടാണല്ലോ പലതിലും എതിർപ്പ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഏത് ഭാഗത്തിൽ നിന്ന് ഇതിന് വിരുദ്ധമായ ചിന്താഗതി ഉണ്ടെങ്കിലും എന്നെപ്പോലെ ചിന്തിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അവർ പുറത്തു പറയാൻ പലർക്കും ഭയമാണ്. കാരണം എതിർപ്പുണ്ടാവുമോ എന്നുള്ളതാണ്. പക്ഷേ എതിർപ്പിൻ്റെ കാര്യമില്ല, എതിർക്കേണ്ട കാര്യമില്ല. ധാർമ്മികതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതിനു മുമ്പ് ഇവിടെ പറയേണ്ടതല്ലെങ്കിലും ഗുരുവായൂർ തന്ത്രി ഒരു കുഴപ്പം ചെയ്തു. എല്ലാവരും പൂഴ്ത്തി വെച്ചില്ലേ? അത് മരണത്തിൻ്റെ ഉള്ള ആൾ പോയിട്ട് അവിടെ നിവേദ്യം എടുത്തു കൊടുത്തു എന്നുള്ളതാണല്ലോ അതിൻ്റെ എന്നത്. അതെല്ലാവരും അത് മൂടി വെച്ചു. മാധ്യമങ്ങൾ ആദ്യം പുറത്തുവിട്ട് മാധ്യമങ്ങളും മൂടി വെച്ചു. ഇതേപോലെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സമയത്ത് അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള തോന്നലാണ്. മാന്യന്മാരായിട്ടുള്ള ധാർമ്മികമായിട്ട് ചിന്തിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. തന്ത്രവിദ്യാപീഠത്തിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ആൾക്കാർ, തന്ത്രവിദ്യാപീഠത്തിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ, അതിൻ്റെ കുലപതികൾ, ഇതേപോലത്തെ നിരവധി ആൾക്കാർ, സത്യസന്ധന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ മുഴുവൻ ഇത്തരം ആൾക്കാർ അവരെ കുഴപ്പക്കാരായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കല്ലേ? ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ആൾക്കാർ അവരെപ്പോലും വിശ്വസിക്കാത്ത അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നത് ഇതേപോലത്തെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. ചെയ്തിട്ടുണ്ടെങ്കിൽ
അവരും ചോദ്യം ചെയ്യണം. തന്ത്രിയാന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ പാടില്ല. കെട്ടിയിട്ട് ജയിലിലാക്കേണ്ടവർ ജയിലിലേക്ക് തന്നെ അയക്കണം. ജയിലിൽ അയച്ചുകൊണ്ട് മാത്രം എന്താ കാര്യം, പുറത്തു കയറാനുള്ള ചാൻസ് എല്ലാം ചെയ്തു കൊടുത്തിട്ടാണല്ലോ. ഇപ്പം തന്നെ എത്ര കിലോ അവർ അവിടെ പോയിട്ട് കിട്ടിയത്? 4.388 കിലോ പോയിട്ട് കിട്ടിയിരിക്കുന്നത് 1/2 കിലോ സ്വർണ്ണമാണ് ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് പറയുന്നത്. ബാക്കി എന്ത് ചെയ്തു? ബാക്കി ജ്വല്ലറിയിൽ വിറ്റിരിക്കും. ആ ജ്വല്ലറിക്കാരൻ തന്നെ വിറ്റിട്ടുണ്ടാവും. അത് തന്ത്രിയുടെ പൂജയുടെ ഗുണമായിരിക്കും. നല്ല കച്ചവടമായി. നല്ല കച്ചവടം. തന്ത്രി പൂജ ചെയ്തുകൊണ്ട് നല്ല കച്ചവടമായിരിക്കും. കാരണം കേരളക്കാരെ പോലത്തെ ഒന്നും ചിന്തിക്കാത്ത ആൾക്കാരാണ് അവിടെ വരാൻ പോണത്. പിന്നെ ബല്ലേരിയാണ്. അവിടെ സ്വർണത്തിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും ഒരുക്കാനും ഒന്നും. വീട്ടിൽ ഇയാളെ ബാംഗ്ലൂരിലുള്ള വീട്ടിൽ നിന്ന് ശബരിമലയിലെ ആഭരണങ്ങളാണെന്ന് പറയപ്പെടുന്ന ആഭരണങ്ങൾ കിട്ടിയെന്നല്ലേ. അത് ഒരുക്കിയിട്ട് ഇത്ര പെട്ടെന്ന് മാറ്റിയോ? അപ്പോൾ എല്ലാ സ്ഥലത്തും ഇയാൾ മോഷ്ടിക്കുന്നുണ്ട്. പോകുന്ന സ്ഥലത്ത് ഇയാൾ മോഷ്ടിക്കാറ് ഇയാളല്ല. ഇയാളെ കയ്യിൽ മോഷണ വസ്തു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം ബോർഡ് മന്ത്രിയും അവരുടെ കക്ഷികളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇയാളെ മുൻനിർത്തിക്കൊണ്ട് കൊടുക്കുന്നു എന്നുള്ളതല്ലേ. അയ്യപ്പൻ ഏതായാലും എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക രൂപം ധരിക്കും, ഉറപ്പാണ്. ആ രൂപം ധരിച്ചുകൊണ്ടായിരിക്കും മെല്ലെ 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 ഇവരെല്ലാം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇത്തരം തന്ത്രിമാരെ ചോദ്യം ചെയ്യണം. സത്യാവസ്ഥ പുറത്തുകൊണ്ട് വരണം. തന്ത്രി എന്നാകണമെങ്കിൽ എന്തായിരിക്കണം അയാൾ എന്ന് കൂടിയിട്ട് അറിവുള്ളവർ മുമ്പോട്ട് കൊണ്ടുവരണം. ഇതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.